ഹലോ, വെൽക്കം ടു മച്ചസ് പ്ലാനറ്റ്. ഇന്ന് എൻ്റെ ഒരു ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയ സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. അപ്പം നമ്മളൊരു ഗ്രാഫ്റ്റിംഗ് ഒന്ന് പരീക്ഷ നടത്തി നോക്കിയായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ മാവിലാണ്. അപ്പം പരീക്ഷിച്ച് നോക്കി. ഏകദേശം പക്ഷെ നല്ല സമയം എടുത്തു കേട്ടോ റിസൾട്ട് അറിയാൻ. കാരണം ഇതിങ്ങനെ പച്ചയായിട്ട് തന്നെ ഒരു മാസത്തോളം നിന്നിട്ടാണ് തളിര് വന്നത്. അപ്പം നമ്മളൊരു വീഡിയോ എടുക്കുമ്പം തളിര് വന്നു കഴിഞ്ഞാണ് നമുക്ക് ക്ലിയറായിട്ട് ഇത് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനും കുറച്ച് താമസിച്ചു. ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് തളിര് വന്നത്. ചില കേസിലൊക്കെ 15 ദിവസത്തിലൊക്കെ തളിര് വരാറുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും താമസിച്ചു. നമ്മുടെ വീട്ടിലൊരു കുളമ്പ് മാവുണ്ട്. ഒരു വർഷമായതേ ഉള്ളൂ ഞാൻ കൊണ്ട് നട്ടിട്ട്. അപ്പോൾ കുളമ്പിൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് കുളമ്പ്. അപ്പം കുളമ്പ് കൊണ്ട് നട്ടു. അപ്പോൾ ഇത് പ്രൂൺ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കറക്റ്റായിട്ട് നിർത്തിയാലാണ് ചെറിയ മരത്തിൽ നിന്ന് നമുക്ക് മാങ്ങ പറിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആകാശം മുട്ട പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്തു. ആ പ്രൂൺ ചെയ്ത കമ്പ് ഞാനൊന്ന് ഗ്രാഫ്റ്റ് ചെയ്തത്. പക്ഷേ അത് പാളിപ്പോയി കേട്ടോ. അത് ഉണങ്ങിപ്പോയി. അങ്ങനെ അതിൽ നിന്നും വന്ന 4 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ 4 ബ്രാഞ്ചും നമ്മുടെ അടുത്ത് നിന്ന് 2 തൈമാവിലായിട്ട് 2 എണ്ണത്തിൽ ഈ 2 എണ്ണം വെച്ചിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു മാവെന്ന് പറയുന്നത് ഇതാണ്. അതിൽ ഒരെണ്ണം നല്ല സൂപ്പറായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. നല്ല തളിരെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇത് സക്സസ് ആയി. ഈ മാവിൽ ഇതേ സെയിം മാവിൽ തന്നെ ഞാൻ ഒരു കമ്പൂടെ ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ അത് സക്സസ് ആയില്ല കേട്ടോ. ഇത് ചെറിയ തൈമാവാണ്. ഇതും ഏകദേശം ഒരു വർഷം 2 വർഷത്തിനകത്താവുന്നതേ ഉള്ളൂ. 2 വർഷം ആവണമെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ പ്രായം. അപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ ഇത് സെയിം ഇപ്പോൾ കാണിച്ച മാവ് തന്നെയാണ്. അതിൽ രണ്ടാമത് ചെയ്തത് ഉണങ്ങിപ്പോയി. ഇത് ആദ്യമേ ഉണങ്ങിയായിരുന്നു. അപ്പം ഈ ഒരെണ്ണം മാത്രമേ എനിക്ക് ഉണങ്ങിപ്പോയുള്ളൂ. ബാക്കിയുള്ള 3 കമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതും സക്സസ് ആയതിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മാവാണ്. ഇതും വിത്തിട്ട് തനിയെ മുളച്ച ഒരു മാവാണ്. അപ്പം ഇതിൽ ഒരു ബ്രാഞ്ച് ഇതാണ് ഞാൻ ചെയ്തത്. ഞാൻ ഈ മാവിൻ്റെ തന്നെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായത് ഞാൻ ഒടിച്ചു വിട്ടു. അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പ് വീക്കായിപ്പോവും, ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് താഴോട്ടിട്ടേക്കുവാണ്. ഇത് രണ്ടാമത്തേതാണ്. പക്ഷേ ഇതിലും തളിരുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം മുന്നേ അത് കരിഞ്ഞങ്ങ് ഉണങ്ങിപ്പോയി. പക്ഷേ തണ്ടിനൊരു കുഴപ്പമില്ല. പുതിയതായിട്ട് ബഡ് വരുന്നുണ്ട് അതിന് ചുറ്റും. ഈ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ 2-3 ബഡ് വരുന്നുണ്ട് ആ സൈഡിൽ തന്നെ. എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമെന്ന്. അപ്പം ഇത് മുളച്ച് നന്നായിട്ട് വരും. ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ 2 ബഡ് നിർത്തിയിട്ട് ഈ 2 പുതിയതായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത 2 കമ്പ് നിർത്തിയിട്ട് ബാക്കി ഫുൾ ഞാൻ കട്ട് ചെയ്ത് കളയാം. എന്നാലും നമുക്ക് നല്ല വളർച്ച ഉണ്ടാകത്തുള്ളൂ. ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം പ്ലാന്റിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ മാവിൻ ചെടിയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള മാങ്ങ പറിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്ക്, ഒരു ഗുണമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്തെങ്കിലും ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് വിട്ടേക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ബൈ ബൈ.